നമ്മളിത് പഠിക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് അതർ സോഷ്യൽ സയൻസസ് ആണ്. അതിൽ ഇന്നിപ്പം നോക്കുന്നത് നമ്മൾ ഹിസ്റ്ററിയുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. സോഷ്യൽ സയൻസിൻ്റെ ഒരു പ്രത്യേകത, ദേ ഡീൽ വിത്ത് മാൻ ആസ് എ സോഷ്യൽ ആനിമൽ ഓർ ആസ് എ സോഷ്യൽ ക്രിയേച്ചർ. സോ എ കോമൺ ത്രെഡ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ഓൾ ദ സോഷ്യൽ സയൻസസ്. ഒരു കോമൺ എയിം അല്ലെങ്കിൽ ഒരു ത്രെഡ് എല്ലാ സോഷ്യൽ സയൻസിലുമുണ്ട്. സോഷ്യൽ സയൻസ് എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി ഉണ്ട്, എക്കണോമിക്സ്, ജോഗ്രഫി, ethics, philosophy, psychology, everything come under social sciences. And in course of time, each science developed into an autonomous discipline. ഓരോ സബ്ജക്റ്റും ഒരു സ്വതന്ത്രമായിട്ട് കാലം കഴിയും തോറും വളർന്നു വരികയായിരുന്നു. ആൻഡ് മോഡേൺ ടൈംസ് ഇന്റർ ഡിസിപ്ലിനറി മെത്തേഡ് ഹാസ് ബീൻ വെരി ഇമ്പോർട്ടൻറ്റ് ഡ്യൂ ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് സോഷ്യൽ സയൻസസ്. ഈ സോഷ്യൽ സയൻസുകളുടെ റിലേഷൻഷിപ്പ് ഉണ്ടായത് കൊണ്ടാണ് ഇൻ്റർ ഡിസിപ്ലിനറിയും മൾട്ടി ഡിസിപ്ലിനറി എന്ന ടേമൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത്. ഇൻ്റർ ഡിസിപ്ലിനറി എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു സബ്ജക്റ്റ്. മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുമ്പോൾ എന്താണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോ മെനി സബ്ജക്റ്റ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഹിസ്റ്ററിയാണ് നമ്മൾ പഠിക്കുന്നത്. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഇസ് എ റെക്കോർഡ് ഓഫ് പാസ്റ്റ് ഈവൻറ്റ്സ്. പാസ്റ്റ് ഈവൻസിൻ്റെ ഒരു റെക്കോർഡാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഹിസ്റ്ററി എന്താണ്? പൊളിറ്റിക്കൽ സയൻസിൽ ഹിസ്റ്ററി യൂസ്ഫുൾ ആകുന്നത് ഈ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി പഠിക്കാൻ, പൊളിറ്റിക്കൽ തിയറീസിനെ പറ്റി പഠിക്കാൻ. പൊളിറ്റിക്കൽ തിയറിയിൽ തന്നെ ഓരോരോ ഫിലോസഫേഴ്സ് ഉണ്ടല്ലോ, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ഹോബ്സ്, ലോക്ക്, റൂസോ, ഇത്തരം ആൾക്കാരുടെ ചിന്തകളെ പറ്റി പഠിക്കുമ്പോൾ അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ പറ്റിയും നമ്മൾ പഠിക്കണം. ആ കാലഘട്ടത്തെ പറ്റി പഠിക്കാൻ നമ്മൾ ആശ്രയിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഹിസ്റ്ററി. History is a record of past events. History is of great use to a student of political science if he wants to know about political institutions, how they have been developed over the span of time. സ്റ്റേറ്റ്, ഗവൺമെൻറ് തുടങ്ങിയ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെ ഡെവലപ്പ് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ വി ഹാവ് ടു സ്റ്റഡി ഹിസ്റ്ററി. ഓൾസോ ഇമ്പോർട്ടൻറ്റ് പൊളിറ്റിക്കൽ തിയറീസ്, പല തിയറികളുണ്ടല്ലോ, ലിബറാലിസം, ഡെമോക്രസി, മാർക്സിസം, ഗാന്ധിസം, സോഷ്യലിസം, ഇതൊക്കെ നമ്മൾ പഠിക്കണമെങ്കിൽ വി ഹാവ് ടു ഗോ ഇൻ ടു ദ വി ഹാവ് ടു ലുക്ക് പ്രൊവൈഡ് എ ഡീപ്പർ ലുക്ക് ഇൻ ടു ദ പേജസ് ഓഫ് ദ ഹിസ്റ്ററി. ഹിസ്റ്ററിയുടെ താളുകളിലേക്ക് നമ്മളൊരു എത്തിനോട്ടം നടത്തണം. ഇത്തരം തിയറികളുടെ ഇമ്പോർട്ടൻസും അവയുടെ ഡെവലപ്മെൻറ്റും മനസ്സിലാക്കണമെങ്കിൽ. എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത്, ഇഫ് യു വാണ്ട് ടു സ്റ്റഡി അബൌട്ട് പ്ലേറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ, വി ഹാവ് ടു സ്റ്റഡി ദ ഹിസ്റ്ററി ഓഫ് ഗ്രീക്ക് പൊളിറ്റിക്കൽ തോട്ട്. ഗ്രീക്ക് കാലഘട്ടത്തിൻ്റെ എന്താണ് ഹിസ്റ്ററി നമ്മൾ പഠിക്കണം, പ്ലേറ്റോയും അരിസ്റ്റോട്ടിലിനെ പറ്റി മനസ്സിലാക്കാൻ. സിമിലർലി മോഡേൺ കാലഘട്ടത്തിൽ മോഡേൺ തിങ്കേഴ്സാണ് ഹോബ്സ്, ലോക്ക്, റൂസോ തുടങ്ങിയവർ. ഇഫ് യു വാണ്ട് ടു സ്റ്റഡി അബൌട്ട് ദെയർ ഫിലോസഫി ഓർ ദെയർ തോട്ട്, then we have to study the glorious revolution and civil war in England during that time. ആ രണ്ട് ഫിലോസഫേഴ്സും ഹോബ്സും ലോക്കുമൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ഗ്ലോറിയസ് റെവല്യൂഷനും സിവിൽ വാറും എല്ലാം നമ്മൾ പഠിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? അത് പഠിച്ചാൽ മാത്രമേ ഹോബ്സിൻ്റെയും ലോക്കിൻ്റെയും തോട്ട് നമ്മൾ പഠിക്കുകയുള്ളൂ. അവരുടെ ചിന്തകൾ കറക്റ്റായിട്ടുള്ള അവരുടെ തോട്ട്സും അവരുടെ ഐഡിയാസും നമുക്ക് ഡെവലപ്പ് ചെയ്ത് പഠിക്കാൻ നമുക്ക് ഹിസ്റ്ററി അത്യാവശ്യമായ ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് ഒരു കൊട്ടേഷൻ വരുന്നത്. ലോർഡ് ആക്ടൺ പറയുന്നത്, The science of politics is deposited by the stream of history like grains of gold in the sands of a river. എന്താണ്? The science of politics is deposited by the stream of history like grains of gold in the sands of a river. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു നദി പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അത് അടിച്ചു കൂടുന്ന തീരത്തിലെ മണ്ണിൽ നിന്നും നമ്മൾ അരിച്ചെടുക്കുന്ന കുറച്ച് സ്വർണ്ണ തരികളാണ് എന്ത്? പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ. അങ്ങനെയാണ് ഇവരുടെ റിലേഷൻഷിപ്പ്. ദ സയൻസ് ഓഫ് പൊളിറ്റിക്സ് ഇസ് ഡെപ്പോസിറ്റഡ് ബൈ ദ സ്ട്രീം ഓഫ് ഹിസ്റ്ററി ലൈക്ക് ഗ്രെയിൻസ് ഓഫ് ഗോൾഡ് ഇൻ സാൻഡ്സ് ഓഫ് എ റിവർ എന്നും പറഞ്ഞ് എല്ലാ ഹിസ്റ്ററിയും പൊളിറ്റിക്സിൽ റെലവൻ്റ് അല്ല, എല്ലാ പൊളിറ്റിക്സും ഹിസ്റ്ററിക്ക് ആവശ്യവുമില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഹിസ്റ്ററിയുടെ കൊട്ടേഷനായിട്ട് മറ്റൊന്ന് പഠിക്കുന്നതാണ് വ്യൂ ഓഫ് സീലി. ഹിസ്റ്ററി വിതൗട്ട് പൊളിറ്റിക്കൽ സയൻസ് ഹാസ് നോ ഫ്രൂട്ട് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് വിതൗട്ട് ഹിസ്റ്ററി ഹാസ് നോ റൂട്ട്. സീലിയുടെ ഡെഫിനിഷൻ ഓർക്കണം. ഹിസ്റ്ററി വിതൗട്ട് പൊളിറ്റിക്കൽ സയൻസ് ഹാസ് നോ ഫ്രൂട്ട് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് വിതൗട്ട് ഹിസ്റ്ററി ഹാസ് നോ റൂട്ട്. ഒരു റൂട്ടും ഇല്ല. എന്താണ് ഹിസ്റ്ററി? പൊളിറ്റിക്കൽ സയൻസ് ഇല്ലെങ്കിൽ ഹിസ്റ്ററിക്ക് ഒരു ഫ്രൂട്ടും ഉണ്ടാകുന്നില്ല,
ഫലമുണ്ടാകില്ല. പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? പൊളിറ്റിക്കൽ സയൻസിൻ്റെ റൂട്ടായിട്ടാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഇതാണ് പൊളിറ്റിക്കൽ സയൻസും ഹിസ്റ്ററിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് എക്കണോമിക്സ്. ഏർലിയർ ടൈമിൽ പൊളിറ്റിക്കൽ ഇക്കോണമി എന്ന ടേം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ദ ക്ലോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് മേ ബി അണ്ടർസ്റ്റുഡ് ബൈ ദ ടേം പൊളിറ്റിക്കൽ ഇക്കോണമി. പൊളിറ്റിക്കൽ എക്കണോമിക്സിനെ ബേസ് ചെയ്ത് ധാരാളം തോട്ട് പൊളിറ്റിക്കൽ സയൻസിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം പൊളിറ്റിക്കൽ ഇക്കോണമി എന്ന കോൺസെപ്റ്റ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നൊരു എക്സാമ്പിൾ പറയുന്നത് നമ്മൾ ലിബറാലിസം എന്ന ഫിലോസഫി എക്കണോമിക് ഐഡിയ ബേസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത ഒന്നാണ്. അപ്പോൾ മെജോറിറ്റി പൊളിറ്റിക്സിലുള്ള തിയറീസും ബേസ് എന്ന് പറയുന്നത് എക്കണോമിക് ഐഡിയാസ് ആയിരിക്കും. Example, Marxism, liberalism. Most of the political theories in political science have an economic base or an origin of economic background. മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു തിങ്കറാണ് J.S. Mill. His important work is Principles of Political Economy. അപ്പോൾ പലരുടെയും വർക്കിൻ്റെ പേര് പോലും എന്താണ്, പോളിറ്റിക്സും എക്കണോമിക്സും റിലേറ്റഡ് ആയിട്ടാണ്. J.S. Millൻ്റെ വർക്ക് എന്ന് വെച്ചാൽ J.S. Millൻ്റെ ബുക്കാണ് ഉദ്ദേശിക്കുന്നത്. ബുക്കിൻ്റെ പേര് പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ ഇക്കോണമി. അപ്പം രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. പൊളിറ്റിക്കൽ എക്കണോമി എന്നുള്ള കോൺസെപ്റ്റാണ് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് ഇമ്പോർട്ടൻറ്റ് തിയറീസ് എല്ലാം എന്താണ്, ലിബറാലിസം അല്ലേ. ലിബറാലിസം ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എക്കണോമിക് ബേസാണ്. മറ്റൊരു തിയറിയുടെ പേരെന്ന് പറയുന്നത് മാർക്സിസത്തിൻ്റെയും ബേസ് അല്ലേ, വർക്കിംഗ് ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് മാർക്സിസം. അത് രണ്ടിൻ്റെയും ബേസ് എക്കണോമിക് ഐഡിയാസാണ്. പിന്നെ ഡേ ടു ഡേ ഗവൺമെൻറ് സോൾവ് ചെയ്യേണ്ട എല്ലാ പ്രോബ്ലംസും മിക്കപ്പോഴും എക്കണോമിക് പ്രോബ്ലംസ് ആയിരിക്കും. The solution of many economic problems must come through political action, while on the other hand, some of the fundamental problems of government have their origin in economic conditions. ഗവൺമെൻറ് ഫേസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസിനെല്ലാം റീസൺ എക്കണോമിക് കണ്ടീഷൻ ആയിരിക്കും. Some of the fundamental problems of the government have their origin in economic conditions. Thus, എന്തൊക്കെയായിരിക്കാം, ടാരിഫ് ലോ, അതായത് ഒരു മറ്റു രാജ്യങ്ങളുമായിട്ട് നടത്തുന്ന കയറ്റുമതികളെയും എക്സ്പോർട്ട് ഇമ്പോർട്ട് റിലേറ്റഡ് ആയിട്ടാണ് ടാരിഫ് ലോ, ട്രേഡ് ലോ. ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ എക്കണോമിക് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആണ്. പിന്നെ public utilities, reaction of state to corporate enterprise and its attitude towards whole question of capital and labor. These are fundamental questions of economics. ഇപ്പം നിങ്ങൾ ആലോചിക്കൂ, നമ്മുടെ കർഷകരുടെ പ്രോബ്ലം നടക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം കൃഷി, അവർ ഇൻഡസ്ട്രിയൽ കോർപ്പറേറ്റ് ആയിട്ടുള്ള പ്രോബ്ലം അല്ലേ, എക്കണോമിക് പ്രോബ്ലമാണ്. ഇറ്റ്സ് ആൻ എക്കണോമിക് പ്രോബ്ലം, ബട്ട് ഇറ്റ് ഹാവ് ടു ബി ഡീൽ ബൈ ദ ഗവൺമെൻറ് അല്ലേ ഡീൽ ചെയ്യേണ്ടത്. എക്കണോമിക് പ്രോബ്ലമാണ്. പക്ഷേ അവർ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ, നമ്മുടെ ആരാണ് ഫാർമേഴ്സ് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കം എ പൊളിറ്റിക്കൽ ഇഷ്യൂ. ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളെടുത്താൽ നമുക്കെല്ലാം പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ട്. കൊറോണ കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ സഫർ ചെയ്തത്. ബട്ട് ഹു ഹാവ് ടു സോൾവ് ഓൾ ദീസ് പ്രോബ്ലംസ്? ആരാണെങ്കിലും സോൾവ് ചെയ്യേണ്ടത് ഇറ്റ്സ് ഗവൺമെൻറ്. സോ ഗവൺമെൻറ് കംസ് ഫ്രം പൊളിറ്റിക്കൽ സൈഡ് ആൻഡ് ബട്ട് ഗവൺമെൻറ് ഹാവ് ടു സോൾവ് ഓൾ ദീസ് എക്കണോമിക് ക്വസ്റ്റ്യൻസ്. ഇതിങ്ങനെയൊക്കെ എക്സാമ്പിൾ പറഞ്ഞ് ഇതൊക്കെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇത്തരം എക്സാമ്പിൾസൊക്കെ ആലോചിച്ച് വെച്ച് നന്നായിട്ട് എഴുതാൻ പറ്റണം. എന്തൊക്കെയാണ് സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഓഫ് പ്രസൻറ്റ് ഡേ പോളിറ്റിക്സ്, ഗവൺമെൻറ് കൺട്രോൾ ഓഫ് പബ്ലിക് യൂട്ടിലിറ്റീസ്, റിയാക്ഷൻ ഓഫ് സ്റ്റേറ്റ് ടു കോർപ്പറേറ്റ് എൻ്റർപ്രൈസ്, ആൻഡ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഹോൾ ക്വസ്റ്റ്യൻ ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലേബർ. ദീസ് ആർ ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസ് ഓഫ് എക്കണോമിക്സ്. പിന്നെ മോഡേൺ സ്റ്റേറ്റുകൾക്ക് എല്ലാമുള്ള ഒരു കോൺസെപ്റ്റാണ് ദ ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ ഓഫ് വെൽഫെയർ സ്റ്റേറ്റ്. വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ പോലും എന്താണ്, അത് തന്നെ ഡീൽ ചെയ്യുന്നത് എന്താണ്, വെൽഫെയർ ക്വസ്റ്റ്യൻ എന്നുള്ള ആ ടേം തന്നെ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇസ് റിലേറ്റഡ് ടു എക്കണോമിക്സ്. വെൽഫെയർ എന്ന് വെച്ചാൽ എന്താണ്, എല്ലാ കാര്യങ്ങളും, ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഒരു സ്റ്റേറ്റ് നന്നായി കൃത്യമായി ചെയ്യുന്ന ആ രീതിയെയാണ് നമ്മൾ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. അതും എക്കണോമിക്സിലെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ടേമാണ്. അപ്പം ഇത്രയുമാണ് പൊളിറ്റിക്കൽ സയൻസും എക്കണോമിക്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ബുക്സിൻ്റെ കാര്യം ഓർക്കുക, പൊളിറ്റിക്കൽ ഇക്കോണമി എന്നുള്ള ടേം ഓർക്കുക, ഫണ്ടമെൻ്റൽ പ്രോബ്ലംസ് ഓഫ് ഗവൺമെൻറ് ആർ ഓർ ഹാവ് ദർ ഒറിജിൻ ഇൻ ഇക്കണോമിക് കണ്ടീഷൻ, ടാരിഫ് ലോ, ട്രേഡ് ലോ, പിന്നെ അങ്ങനെ എക്കണോമിക് ആക്ടിവിറ്റീസ്. ഇത്തരം കാര്യങ്ങളെല്ലാം എക്കണോമിക് ഒറിജിനാണ്. ഇപ്പോഴത്തെ പ്രസൻ്റ് ആയിട്ടുള്ള എക്സാമ്പിളും നിങ്ങളതിൽ കോട്ട് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നന്നായിട്ട് വായിച്ച് പഠിക്കണം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഹിസ്റ്ററിയും റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് എക്കണോമിക്സും.